മാനസിക പീഡയാണ് കർത്താവ് ആ സമയത്ത് അവിടെ അനുഭവിച്ചത്. മനസ്സ് തളർന്നു പോകുന്നു. മനസ്സിൽ ഈ സഹനം മുഴുവൻ കർത്താവ് ഏറ്റെടുക്കുക. ശരീരത്തിൽ അപ്പോൾ അനുഭവിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ? ഗെത്സമനിയില് ഇത് കർത്താവ് സമർപ്പിച്ച ദൈവത്തിന് എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൂതനെ അയച്ച് ദൈവം ഈശോയെ ശക്തിപ്പെടുത്തി. ഈശോ എഴുന്നേൽക്കുകയാണ്. ഈശോയുടെ ആ എഴുന്നേൽപ്പ് എങ്ങനെയായിരുന്നു? ശക്തി ധരിച്ചുകൊണ്ട് ബലവാനായ കർത്താവ് എഴുന്നേറ്റത്. നമുക്കും ഈ സൗഖ്യങ്ങൾ, നമുക്കും ഈ രോഗങ്ങള്, നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അവിടെ നടക്കാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് സഹനം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തളരും. കാരണം നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നില്ല. കർത്താവേ, ഇത് ഏറ്റെടുക്കണേ, ഈ പാനപാത്രം ഒന്ന് സ്വീകരിക്കണേ, എങ്കിലും നിന്റെ ഹിതം നിറവേറട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ദൂതനെ അയച്ചു തരും, ശക്തിപ്പെടുത്തും. ഈശോയുടെ ആത്മാവിന് അവിടെ ശക്തി കിട്ടി. മരണത്തോളം ദുഃഖിതമായിരുന്ന കർത്താവിന്റെ ആത്മാവ് അവിടെ ശക്തിപ്പെട്ടു. ഈശോ ആ ശക്തി ധരിച്ചുകൊണ്ട് ഈശോ എഴുന്നേൽക്കുകയാണ്. നമ്മുടെ ഈ പാഷനക്രൈസ്റ്റ് ഫിലിമിൽ കാണുന്നുണ്ട് അല്ലെ? ഈശോ ഗെത്സമനി തോട്ടത്തിന് തളർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ദൂതനെ കർത്താവ് അയക്കുന്നതൊക്കെ പ്രതീകാത്മകമായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നില്ലേ? എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പാമ്പിനെ ചവിട്ടിക്കൊണ്ട കർത്താവ് എഴുന്നേറ്റ് വരുന്നത് തിന്മയെ കീഴടക്കുന്നതിന്റെ പ്രതീകമാണ്. അതായത് എന്റെ ദുഃഖം അത് എന്തുമാത്രം വലിയ ദുഃഖമായിക്കോട്ടെ, മരണത്തോളം കൊണ്ടുപോകുന്ന ഒരു ദുഃഖമായിക്കോട്ടെ, പക്ഷെ ആ ദുഃഖത്തിൽ ഞാൻ അടിമപ്പെട്ടു പോകുമ്പോൾ സാധാരണ അവിടെ വിജയിക്കുക. പക്ഷെ കർത്താവ് എഴുന്നേറ്റ് വരിക. ആ ഫിലിമിൽ നമ്മൾ കാണുന്നത് എന്താ? സാത്താനെ ചവിട്ടുന്നതായിട്ടാണ്. അതായത് തിന്മയെ കർത്താവ് അവിടെ കീഴടക്കി. ഗെത്സമനി തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തി. അതായത് മുന്നിൽ വരുന്ന എന്ത് സഹനവും കർത്താവിനെ പ്രതി സ്വീകരിക്കുവാൻ ഈശോ സന്നദ്ധനായി. ആ ഒരു ശക്തി ഈശോ ധരിച്ചവിടെ. അപ്പൊ അതിനുശേഷം ഈശോ എഴുന്നേറ്റ് വരുന്നത് ബലവാനായിട്ടാണ്. ബലവാനായി എഴുന്നേറ്റ് വരുന്ന കർത്താവ് കാണുന്നത് എന്താ? ഒരു ജനക്കൂട്ടം, തീപ്പന്തവും കൊളുത്തി വരുന്ന ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ ആരാ? യൂദാസ്. 3 വർഷം കൂടെ നടന്ന് ഒരു വലിയ സുഹൃത്തായി കൂടെ നടന്ന് എല്ലാം ചെയ്തു തന്ന യൂദാസ്. കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യൻ വന്ന് എന്താ ചെയ്യുന്നത്? ഒരു സ്നേഹ ചുംബനം കൊടുത്തു. കർത്താവ് പതറിയോ? കർത്താവ് പതറിയില്ല. കാരണം എന്താ? ഈ ശക്തി ധരിച്ചു. ദൈവത്തിന്റെ ശക്തി ആ സമയത്ത് പ്രാർത്ഥിച്ചു നേടി. എന്തിനാണ് എനിക്ക് കാണിച്ചു തരുന്നത്? ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ യൂദാസ് വന്ന് വഞ്ചനയുടെ ചുംബനം കൊടുത്തപ്പോൾ ഈശോ തളർന്നു പോയേനെ. മനുഷ്യനായ ഈശോ തളർന്നു പോയേനെ. ഈശോ അവിടെ തളർന്നില്ല. കാരണം ആത്മാവിന്റെ ശക്തി, മരണത്തോളം ദുഃഖിതമായിരുന്ന ആത്മാവിന്റെ ശക്തി കർത്താവ് ആ നിമിഷം ധരിച്ചിരുന്നു. അതുകൊണ്ട് ശാന്തനായി യൂദാസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. സ്നേഹിത, നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? നമ്മളെ എത്രയോ ആൾക്കാർ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട്. വലിയ വഞ്ചനയ്ക്കത് നമ്മൾ അകപ്പെട്ടിട്ടില്ലായിരിക്കും. പക്ഷെ നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ അറിയുന്നില്ലേ? നമ്മളുടെ അടുത്തുനിന്ന് ന്യൂസ് പിടിച്ചുകൊണ്ട് പോയിട്ട് മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം നടിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് തിരികെ തരാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ഗെത്സമനി തോട്ടത്തില് യൂദാസിന്റെ ചുംബനമേറ്റു വാങ്ങിയ കർത്താവിനെ ഓർക്കണം. ശാന്തനായി നിൽക്കുന്ന കർത്താവ് ശാന്തനായി നിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ ശക്തി ധരിച്ചിരുന്നു. ദൂതനെ അയച്ച് അവിടുന്ന് അവനെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വചനത്തിനൊക്കെ എത്രമാത്രം ആഴമുണ്ടെന്നറിയാമോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മാവിൽ കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. വലിയ ഒരു രഹസ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ചുരുളഴിഞ്ഞ് കിട്ടുന്നത്. സഹനത്തിന്റെ വലിയ രഹസ്യം. ഈ നിമിഷം കർത്താവ് നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ ഏറ്റു പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന
നിങ്ങൾ ഏറ്റുചൊല്ലണേ. അതായത് ഇതാണ് പ്രാർത്ഥന. ഈശോ നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. കഷ്ടപ്പാടിന്റെ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്കത് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഇവിടെ കുറെ പേർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഉറക്കം ഒരു കെണിയാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ ഞാൻ നിന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പ്രവർത്തനം ഇത് ഞാൻ അറിയുന്നുണ്ട്. കാരണം എന്റെ മനസ്സിന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹനത്തിന്റെ മൂല്യം, സഹനത്തിന്റെ ശക്തി. നമുക്ക് വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങളിവിടെ കാണണേ. ഇതെന്റെ ശരീരമാണ്, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ ഞാനാണ് ഈ തിരുവോസ്തിയിൽ വസിക്കുന്നതെന്ന് നിങ്ങളെ നോക്കി അവിടുന്ന് അരുളി ചെയ്യുന്നു. അവിടുന്ന് ഇപ്പോൾ ഈശോ തന്റെ ആണിപ്പാടുള്ള വലതുകരം നിങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ ഈശോയിലേക്ക് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരോട് ക്ഷമിക്കാനാണോ? മറ്റുള്ളവരെ സ്നേഹിക്കാനാണോ? ഇതാ കർത്താവ് തരുന്നു. എന്റെ ദൈവമേ, കർത്താവ് തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരം കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കട്ടെ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, കഷ്ടപ്പാടിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കി തരണമേ. ആഭാപിതാവേ, കഷ്ടപ്പാടിന്റെ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്റെ ഈശോയെ, എന്റെ കഷ്ടപ്പാടിന്റെ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ കഷ്ടപ്പാടിന്റെ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. ഗെത്സമേൻ തോട്ടത്തിൽ വേദന അനുഭവിച്ച കർത്താവേ, അവിടുന്ന് പിതാവിന് തന്നെ സമർപ്പിച്ചതുപോലെ എന്റെ സഹനത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ എന്നെയും ശക്തിപ്പെടുത്തണമേ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ.